ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ വന്നു കാണുമെന്ന് കരുതുന്നു. വലിയ പോലീസ് സന്നാഹമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു അറസ്റ്റ്, അത് ഒരു MLA ക്കെതിരായ പോലീസ് നടപടി. എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു സമീപനമാണ്. ആന കുത്തി കൊല്ലുന്നു, ആനയെ ഭയപ്പെട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, നിരപരാധികളെ എല്ലാവരും മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നടപടിയും ചെയ്യുന്നില്ല, ഗവൺമെന്റ് കാഴ്ചക്കാരായി നിൽക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ജനപ്രതിനിധിക്ക് മുമ്പിലുള്ള പോംവഴി എന്താ? അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും ജനങ്ങളെ സംഘടിപ്പിച്ച് അധികാരികളുടെ മുമ്പിൽ എത്തുക എന്നുള്ളതല്ലേ? അങ്ങനെ എത്തുന്ന സന്ദർഭത്തിൽ ആ ആളിനെ വളരെ പ്രാകൃതമായ രൂപത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, പോലീസിനെ കസ്റ്റഡിയിലെടുക്കുന്നു. അത് ശരിയായ നടപടിയാണ്. മാത്രമല്ല, ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, DF ഓഫീസ് അടിച്ചു കയറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവുകളിലൊക്കെ നിയമസഭയിൽ അടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നിയമസഭയിൽ അടിച്ചു ചേർക്കുകയും അല്ലെങ്കിൽ അവിടെ നാശമുണ്ടാക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ സ്വീകരിച്ച നടപടി എന്താണ്? ഇവിടെ PV അൻവറിന്റെ കാര്യത്തിൽ എന്താണ് സ്വീകരിക്കുന്ന നടപടി എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ആന കുത്തി കൊല്ലരുത് എന്നും അതിന് സംരക്ഷണം വേണമെന്ന് പറയുന്ന PV അൻവറിനെ നേരെ PDPP ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ നിയമസഭയ്ക്കകത്ത് PDPP ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായി മാറിയിട്ടുള്ള ആളുകൾ ക്യാബിനറ്റിൽ സൗകര്യമായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. അതെന്ത് നീതിയാണ്? അതിനെ ഒരു നീതിയുള്ള ഭരണകൂടം എന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, ഈ മുമ്പ് കോതമംഗലത്തടക്കം ഇതേ സമാനമായ സാഹചര്യത്തിൽ പ്രതിഷേധമുണ്ടായപ്പോൾ മുമ്പ് മാത്യു കുഴൽനാടനെ ഉൾപ്പെടെ കസ്റ്റഡി എടുക്കുന്നത് കണ്ടതാണ്, അറസ്റ്റ് ചെയ്യുന്നത് കണ്ടതാണ്. ഇത് അതിനപ്പുറത്തേക്ക് PV അൻവറിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്സാഹം കാണിച്ചു, അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗത്തിലുള്ള നടപടികളിലേക്ക് പോയി. അതൊരു അമിത ഉത്സാഹമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മാത്രമല്ല, അമിതോത്സാഹം കാണിക്കുന്ന ചില പോലീസുകാരുണ്ടായി എന്ന് വരാം. പക്ഷെ ഇതുപോലൊരു സംഭവം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും? ആര് വിചാരിച്ചാലും സാധ്യമല്ല. മുഴുവൻ പോലീസ് ഒരുമിച്ചിറങ്ങിയാലും ശരി, ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെങ്കിൽ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്യും. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ഇങ്ങനെ കിരാതമായ രൂപത്തിൽ നേരിടാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. പോലീസ് നടപടി ഈ സമരവുമായി ബന്ധപ്പെട്ട്, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരെ ഉച്ചയോടെ അറസ്റ്റ് ചെയ്തും അതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതുമാണ്. പിന്നീട് രാത്രി എന്തിനാണ് ഇങ്ങനെ വീട് വളഞ്ഞൊരു അറസ്റ്റ് എന്ന ചോദ്യം കൂടി പ്രവർത്തകരും ഉന്നയിക്കുന്നു. എനിക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ചോദ്യം കൂടിയുണ്ട്. PV അൻവറിനോട് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് അൻവർ പറയുമോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എടുത്താൽ അറിയാം. ഹാജരാകാൻ പറഞ്ഞാൽ ഹാജരായേക്കുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ശരി, നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.